ഹായ് ഡിയർ ട്വിൻ ഫ്ലെയിംസ്, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഈ ഒരു പുതുവർഷത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഏറ്റവും ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ ജേണിയിൽ നിങ്ങൾക്ക് ഹിതകരമായിട്ടുള്ളത് എന്താണോ അത് സർവേശ്വരൻ നടത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. ഹീലിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും അല്ലാത്തതുമായിട്ടുള്ള വീഡിയോസ് ഉണ്ട്, മെഡിറ്റേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഓരോ ഇന്നർ വർക്ക്സും അവൈലബിളാണ് യൂട്യൂബിൽ. അതിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഹീലിംഗ് ആണ് ക്രിസ്റ്റൽ ഹീലിംഗ്. ഞാനത് പറയാൻ കാരണം, ക്രിസ്റ്റൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം പവർഫുള്ളാണ്. ഒരു ഒറ്റയടിക്ക് തന്നെ ഒരു പവർ കിട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ കർമ്മ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്റ്റൽ ഹീലിങ്ങിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടുവന്നിരിക്കട്ടെ. ആ കാർമിക് ആയിട്ടുള്ള എല്ലാ റിലേഷൻസും എത്രയും പെട്ടെന്ന് കട്ടായി പോകും. അതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളെയാണ്. ഈ ഒരു ഹീലിംഗ്, ഈ ഒരു സോൾ കോൺട്രാക്ട്സ്, കാർമിക് സോൾ കോൺട്രാക്ട്സ് ഒക്കെയും ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്ത് കളയാനുള്ളൊരു പവർ ആ ഒരു ഹീലിങ്ങിനുണ്ട്, ക്രിസ്റ്റൽസിനുണ്ട്. നമുക്ക് ക്രിസ്റ്റൽസ് യൂസ് ചെയ്യാം, നമുക്ക് ധരിക്കാം, അതൊരു പ്രൊട്ടക്ഷൻ പർപ്പസിനാണ്. പക്ഷേ ഹീലിങ്ങിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റൽസ് ട്വിൻ ഫ്ലെയിംസിന് ഒട്ടും ചേർന്ന കാര്യമല്ല. കാരണം നമ്മുടെ ചുറ്റിലുമുള്ള കാർമ്മികമായ ബന്ധങ്ങൾ അത് നമ്മൾ തന്നെ ചൂസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നമ്മുടെ സോള് സ്വയം ചൂസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സോളിനെ പ്യൂരിഫൈ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ തന്നെ നമ്മൾ ഒറ്റയടിക്ക് ഇല്ലാതാക്കാനല്ലേ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സോളിനെ പ്യൂരിഫൈ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അവിടെ ക്ഷമ വേണം. വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ആവശ്യം. സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്സാണ് ആവശ്യം. ഇപ്പോൾ ഒരു കാർമിക് ക്ലിയറൻസ് ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു സോളിനോട് നമ്മൾ ക്ഷമ പറഞ്ഞുകൊണ്ടാണ് അതവിടെ ആ ഒരു കാർമികമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. അവരെ അനുനയിപ്പിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഒരുപാട് ജന്മങ്ങൾ ഭൂമിയിൽ ഇതിനു മുൻപേ ജനിച്ചിരിക്കുന്നു. 1000മോ 10,000മോ ജന്മങ്ങൾ ജനിച്ചിരിക്കുന്നു. ആ ജന്മങ്ങളെല്ലാം നമ്മൾ ചെയ്തു പോയിട്ടുള്ള കർമ്മദോഷങ്ങളുണ്ട്. നമ്മുടെ ചിന്തകൾ പോലും കർമ്മദോഷങ്ങളായിട്ട് വന്നേക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാർമ്മികമായ ബന്ധങ്ങളാണ് നമ്മുടെ ചുറ്റിലും ഇപ്പോഴുള്ളത്. പല ബന്ധങ്ങളുടെ രൂപത്തിൽ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആകാം, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ള ഒരു തേർഡ് പേഴ്സൺ ആകാം, കാർമിക് പാർട്ട്ണർ ആകാം. ആര് തന്നെ ആയാലും അവരൊക്കെയും ഈ ഒരു കാർമ്മികമായ ബന്ധം നമ്മളോട് ഉള്ള വ്യക്തികളാണ്. ആ ഒരു കാർമ്മികമായ ബന്ധത്തെ അവരെ ആ ഒരു സോളിനെ അനുനയിപ്പിച്ചുകൊണ്ട് ക്ലിയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഇതിൽ നമുക്ക് നമ്മുടേതായ ലൈഫ് ലെസൺസും ഉണ്ട്. ഓക്കെ, നമ്മൾ ആ ലെസൺ പഠിക്കാനുള്ള ഒരു ടൈം പീരീഡാണ് ആ കർമ്മ ക്ലിയറൻസ് പീരീഡ്. നമ്മൾ ചെയ്യുന്ന ഓരോ ഇന്നർ വർക്ക്സിലും നമുക്ക് ഓരോ ലെസൺസ് പഠിക്കാനുണ്ട്. നമ്മുടെ സോള് അവിടെയൊക്കെ സ്ട്രെങ്തൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫ് ലെസൺസ് പഠിക്കും, നമ്മൾക്ക് ഓരോ ബ്ലെസ്സിങ്സ് കിട്ടും ആ സമയത്തൊക്കെ. അത്തരത്തിൽ ദൈവികമായി നടക്കേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ വളരെ സ്ലോ ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ഈ ജന്മാന്തരങ്ങളിലെ കർമ്മബന്ധങ്ങളെന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം ഉണ്ടാവും. നമ്മൾ വളരെ ചെറിയൊരു മെത്തേഡിൽ കൂടെ അത് ചെയ്യുന്നു എന്ന് വെച്ച് ചെറിയൊരു കാര്യമല്ല, വളരെ വലിയൊരു കാര്യമാണ്. അതിന് നമ്മളൊരു സഡൻ ആക്ഷനിലൂടെ ആ ഒരു സോൾ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഏറ്റവും ആദ്യം അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളെ തന്നെ ബാധിക്കും. നമുക്ക് പല രീതിയിൽ അത് പ്രത്യക്ഷമാകും. നമുക്ക് ചെറിയ ചെറിയ അപകടങ്ങളുടെ രൂപത്തിലൊക്കെ. അത് യൂണിവേഴ്സ് പറയാൻ ശ്രമിക്കുകയാണ്, ഇനി ഇതാ ചെയ്യരുത്, ഇത് ആപ്ലിക്കബിൾ അല്ല, ആപ്റ്റ് അല്ല
എന്ന് പറയാൻ ശ്രമിക്കുന്നതാണ് ചെറിയ ചെറിയ അപകടങ്ങളിലൂടെ. അവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടങ്ങളുടെ ഒരു വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ആ ഒരു കാർമിക്സിലേക്ക് ഇതിൻ്റെ പ്രഭാവം ഉണ്ടാകും. അവർ ഇതുവരെ ഉണ്ടായിരുന്നേക്കാളും ചിലപ്പോൾ അതുവരെ അവർ ശാന്തമായി നിങ്ങൾ ചെയ്ത ഹീലിംഗ് ഇന്നർ വർക്ക്സ് കൊണ്ട് ശാന്തമായി പോയിക്കൊണ്ടിരുന്നവരായിരിക്കും. പെട്ടെന്ന് അവർ വളരെ റൂഡായിട്ട് അവരുടെ ഒരു റിയൽ നേച്ചറിനേക്കാളും ഒരു 10 ടൈംസൊക്കെ കൂടുതൽ അവർ കാണിച്ചു തന്നിരിക്കും. അത് പെട്ടെന്ന് ആ ഒരു സോൾ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. അപ്പോൾ നമ്മളൊരു ഹീലിങ്ങിലും പ്രത്യേകിച്ച് ട്വിൻ ഫ്ലെയിംസ് ക്രിസ്റ്റൽ ഹീലിങ്സ് യൂസ് ചെയ്യാതിരിക്കുക. അതൊരു വീഡിയോ കണ്ടിട്ടാണെങ്കിൽ പോലും ചെയ്യാതിരിക്കുക. അതും പവർഫുള്ളാണ്. നിങ്ങളൊരു ക്രിസ്റ്റൽ ഹീലിംഗ് ഒരു സെഷൻ ബുക്ക് ചെയ്താൽ അത് അതിനേക്കാളും പവർഫുള്ളാണ്. നിങ്ങൾക്കൊരു ഹീലിംഗാണ് ആവശ്യമെങ്കിൽ രഗി ഹീലിംഗ് ചെയ്തോളൂ. രഗി ഹീലിംഗ് വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ജേണിക്ക്. നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കൂടുതൽ പേര് രഗി പഠിച്ചവരാണ്. ഞാനീ പറയുന്നത് തുടക്കത്തിൽ നിൽക്കുന്നവരോടാണ്. കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞ് വന്ന വ്യക്തികൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഇതിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. രഗി പഠിച്ചോളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹീലിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രഗി പഠിച്ചോളൂ. ഓക്കെ ഡിയർ. അതല്ല നിങ്ങൾക്ക് ഒരു ഇന്നർ വർക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സെർച്ച് ചെയ്യുക ഏത് ഇന്നർ വർക്കാണ് ആവശ്യം. ദാറ്റ് ഇന്നർ വർക്ക് ഫോർ ട്വിൻ ഫ്ലെയിംസ് ഇൻ മലയാളം. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കൂ. മലയാളത്തിൽ നല്ല നല്ല വീഡിയോസ് അവൈലബിൾ ആണ്. ആ ഒരു മെഡിറ്റേഷനോ വീഡിയോ കേൾക്കുമ്പോൾ ഒന്നുകിൽ മെഡിറ്റേഷൻ രൂപത്തിലായിരിക്കും, അതല്ലെങ്കിൽ വീഡിയോ രൂപത്തിലായിരിക്കും, എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും. ആ ഒരു വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടിരുന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിങ്ങനെ ചെയ്താൽ ഇതിനൊക്കെ ഒരു ഫലം ഉണ്ടാകും എന്ന് നിങ്ങളുടെ സോളിനെ നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു കാർമിക് കോൺട്രാക്റ്റൊക്കെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ ആ സോളിന്, നമ്മളെന്നുള്ള വ്യക്തിക്ക് നമ്മുടെ സോളിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതുപോലെ അവർക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മളവിടെ ഒരുപക്ഷെ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മളോട് അവർക്ക് കണക്കുണ്ട്, കർമ്മക്കണക്കുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ സോറി പറയേണ്ടതായിട്ട് വരും സോൾ ലെവലിൽ. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന മെഡിറ്റേഷൻസൊക്കെയാണ് നമുക്ക് ആവശ്യം. അതല്ല നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഫസ്റ്റ് കണ്ടിട്ടൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ആ വീഡിയോ കണ്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഇന്ന് ഒരു മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സോളിന് തന്നെ സോളിൻ്റെ ആ ഒരു ഭാരം ഉണ്ടാവുമല്ലോ. നമ്മുടെ മനസ്സിലൊക്കെ ഒരു ഭാരം, ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷനിലുള്ള ഒരു ഭാരം പോലെയുള്ളൊരവസ്ഥ, അതൊന്ന് കുറഞ്ഞതായിട്ട് തോന്നും. കുറച്ചുകൂടി നിങ്ങൾ പീസ്ഫുള്ളായതായിട്ട് തോന്നും. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു സമീപനത്തിലൊക്കെയും ഒരു പീസ്ഫുൾനെസ് വന്നു തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പോകെ അതിൻ്റെ ഒരു എഫക്റ്റ് കൂടിക്കൂടി വരും. പോകെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് നല്ലതായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ 7 ചക്രാസ് ക്ലെൻസ് ചെയ്യുമ്പോഴും ക്രിസ്റ്റൽ ഹീലിങ്സ് വെച്ചിട്ടുള്ള ഷോർട്സൊക്കെ ഉണ്ട്, അതൊന്നും പോയി ചെയ്യരുത്. അതാണ് എൻ്റെ അഭിപ്രായം. ഒറ്റയടിക്ക് ചിലപ്പോൾ നെഗറ്റിവിറ്റീസ് അതിൽ നിന്ന് റിമൂവായി പോവുമായിരിക്കും. പക്ഷെ നമുക്ക് ആവശ്യം നമ്മുടെ എനർജി സെൻറ്റേഴ്സിലുള്ള ആ ഒരു ബ്ലോക്കേജസ് എന്താണെന്ന് വെച്ചാൽ അത് പതിയെ റിമൂവായി പോവാണ് വേണ്ടത്. അതേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഒറ്റയടിക്കൊക്കെ റിമൂവായി പോകാൻ തുടങ്ങിയാൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ ഡിയർ. ഓരോ ചക്രാസിലും എന്തൊക്കെ ബ്ലോക്കേജസാണ് നിറഞ്ഞിരിക്കുന്ന ഈ ജന്മജന്മാന്തരങ്ങളിലെയും നമുക്കറിയില്ല. അതൊക്കെയും പതിയെ ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. നമ്മളൊരു ബ്ലോക്കേജ് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ ആ ചക്രയിലുള്ള അടുത്ത ബ്ലോക്കേജ് പോപ്പപ്പ് ചെയ്ത് വരും. പിന്നെ നമ്മൾ അത് ക്ലെൻസ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഈ ഒരു ജീവിതം മുഴുവനും നമ്മളിതിങ്ങനെ ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ സോളിനും ആ ഒരു പ്യൂരിഫിക്കേഷനിലെത്തുന്നത്, നമ്മൾ അലൈൻഡ് ആകുന്നത് യൂണിവേഴ്സൽ എനർജീസുമായിട്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും 7 ചക്ര ക്ലെൻസ് ചെയ്യുമ്പോൾ ലം വം എന്ന് ഓരോ ബീജ് മന്ത്രാസും ചാൻറ്റ് ചെയ്ത് വരുന്ന മെഡിറ്റേഷൻ തന്നെ ചെയ്യാം. ഒരു പക്ഷേ ആ മെഡിറ്റേഷൻ നിങ്ങൾ ഫോണിൽ പ്ലേ ചെയ്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പോലും നിങ്ങളും കൂടെ ചാൻറ്റ് ചെയ്യുക. നിങ്ങൾ കൂടെ ചാൻറ്റ് ചെയ്തിട്ട് ആ ഒരു വൈബ്രേഷൻ ബോഡിക്ക് ഉണ്ടാവണം. അപ്പോഴാണ് ആ ചക്രാസ് ക്ലെൻസായി ആക്ടിവേറ്റായി
പിന്നെ അത് കുണ്ടലിനി അവേക്കനിങ്ങിലൊക്കെ പോകുന്നത്. ഓക്കെ ഡിയർ. പിന്നെ ഇതല്ലാതെ നമുക്ക് സൗണ്ട്സ് വെച്ചിട്ടുള്ള ഒരു ഫ്ലൂട്ട് അങ്ങനെയുള്ള ഉപകരണങ്ങൾ വെച്ചിട്ടുള്ള ചക്ര ക്ലെൻസിങ് ഒക്കെ ഉണ്ട്. അതും ചെയ്യാവുന്നതാണ്. പക്ഷേ അതും രണ്ടാമതേ വരത്തുള്ളൂ. ഏറ്റവും നമുക്ക് ബെസ്റ്റായിട്ടുള്ളത് എങ്ങനെ ബീജ് മന്ത്രാസ് ചാൻറ്റ് ചെയ്ത് ചെയ്യുന്നത് തന്നെയാണ്. ഞാനിവിടെ ക്രിസ്റ്റൽ ഹീലിങ്ങിൻ്റെ കാര്യം എടുത്തു പറഞ്ഞു എന്ന് കരുതി ക്രിസ്റ്റൽ ഹീലിംഗ് മാത്രമല്ല, അതുപോലുള്ള പല ഹീലിങ്സും ഉണ്ട്. അതൊക്കെ നമുക്ക് യൂസ്ഫുള്ളല്ല. കൂടുതലും നമുക്ക് പ്രോബ്ലംസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ ഒരു ഹീലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രേഖി ഹീലിംഗ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഹീലിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രേഖി പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്കൊരു ഇന്നർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും യൂട്യൂബിൽ പോയിട്ട് ദാറ്റ് ഇന്നർ വർക്ക് ഫോർ ട്വിൻ ഫ്ലെയിംസ് ഇൻ മലയാളം എന്ന് സെർച്ച് ചെയ്യുക. മലയാളത്തിൽ വളരെ നല്ല വീഡിയോസ് ഉണ്ട്. അതും വളരെ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആപ്റ്റെന്ന് തോന്നുന്നത് മാത്രം എടുത്ത് യൂസ് ചെയ്യുക. ഓക്കെ ഡിയർ. ഞാനീ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇനി മുതൽ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും വന്ന് ചോദിക്കാനൊരു ആക്സസിബിലിറ്റി ഞാൻ വാട്സപ്പ് നമ്പറിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ടേക്ക് കുറയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതെന്ത് ഡൗട്ട്സ് ആയാലും ശരി, ചെറിയൊരു പേയ്മെൻറ്റ് വാങ്ങിക്കൊണ്ടായിരിക്കും ഇനി ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് നൽകുന്നത്. അതിലൂടെ ഒരു എനർജി എന്നിൽ നിന്ന് ലൂസാവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ്. ഓക്കെ ഡിയ. നിങ്ങൾക്ക് നല്ലൊരു ദിനമാകട്ടെ. ഈ ഒരു പുതുവർഷവും നല്ലതാകട്ടെ. ഡിവൈൻ നിങ്ങളെ ധാരാളമായി നിങ്ങളുടെ ജേണിയിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലൊക്കെ നിങ്ങൾക്ക് ഹിതകരമായ രീതിയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്.